ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കപ്പ അഥവാ മരിച്ചീനി ഇഷ്ടപ്പെടാത്ത മലയാളി ഉണ്ടാവത്തില്ല അല്ലേ? ഓരോ നാട്ടിലും നമ്മൾ ഇതിന് പല പേരാണ് വിളിക്കുന്നത്. ചില സ്ഥലത്ത് കൊള്ളിക്കിഴങ്ങെന്ന് പറയും, ചില സ്ഥലത്ത് ചീനിക്കിഴങ്ങെന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നാലും എല്ലാവരും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ വെറുതെ പുഴുങ്ങി കഴിക്കാറുണ്ട്, തീയിൽ നേരിട്ട് ചുട്ട് കഴിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ അത്യാവശ്യം നമ്മളിപ്പം വലിയ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇറച്ചി വിഭവങ്ങളുടെ കൂടെ ചേർത്തിട്ട് ഒരു ഡെലീഷ്യസ് ഡിഷായിട്ട് ഇന്ന് ഇത് സെർവ് ചെയ്യപ്പെടുന്നുമുണ്ട്. കപ്പ കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കപ്പ ചില കോമ്പിനേഷന് കൂടെ കഴിക്കുന്നത് നമുക്ക് അത്ര ആരോഗ്യകരവുമല്ല. കപ്പക്കിഴങ്ങിനകത്ത് ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ദഹിക്കുന്ന തരം ഫൈബേഴ്സ്, സോലുബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മിനറൽസും വൈറ്റമിൻസും, കാൽഷ്യം, പൊട്ടാസ്യം എന്നിവയും അത്യാവശ്യം മോഡറേറ്റ് ലെവലിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഈ കപ്പയെ ഒരു ഭക്ഷണം എന്ന ലെവലിൽ നമുക്ക് ചോറിനോട് താരതമ്യപ്പെടുത്താം. ചോറ് നമ്മളൊരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം 130 മുതൽ 140 കാലറി ഉണ്ടെങ്കിൽ അതേ അളവ് തന്നെയാണ് കപ്പയ്ക്കകത്തുമുള്ളത്. 100 ഗ്രാം കപ്പയ്ക്കകത്ത് ഏകദേശം 130-140 കാലറി ഊർജ്ജം തന്നെയാണ് അടങ്ങിയിട്ടുള്ളത്. പക്ഷേ നമ്മളൊരു 100 ഗ്രാം ചോറ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയറ് നിറയും. കപ്പയാണെങ്കിൽ അങ്ങനെയല്ല, രുചി കൂടുതലുണ്ട്. നമ്മൾ 100 ഗ്രാമിൽ മാത്രമായിട്ട് നിർത്തത്തില്ല, ഒരു 250-300 ഗ്രാം വരെ അത്യാവശ്യം കപ്പ കഴിക്കും. വയറ് നിറയെ നമ്മൾ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കപ്പയും ചോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉയർന്ന അളവിലുള്ള ഒരു ഗ്ലൈസീമിക് ലോഡാണ് ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, നമ്മൾ ഈ കോമ്പിനേഷൻ കഴിക്കുമ്പോൾ വയറ് നിറയുകയും ചെയ്യും, രക്തത്തിൽ ഗ്ലൈസീമിക് ലെവൽ പെട്ടെന്ന് കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് അമിതവണ്ണം, ഷുഗർ ലെവൽ കൂടാനോ കൊളസ്ട്രോൾ ലെവൽ കൂടാനോ എല്ലാം കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ കപ്പ കഴിയുന്നത്ര ചോറിൻ്റെ കൂടെ കഴിക്കാതിരിക്കുക. കപ്പ മാത്രമായിട്ട് ഒരു നേരത്തെ ഫുഡായിട്ട് ഒരു 100-150 ഗ്രാം കഴിക്കുക. ഒരു 200-250 കാലറിക്ക് അകത്തേ ആവത്തുള്ളൂ. നമുക്ക് വയറ് നിറയുകയും ചെയ്യും, ഒരു സ്റ്റേപ്പിൾ ഫുഡായിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ചോറിന് കറി എന്ന രീതിക്കാണ് കപ്പ നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് നമ്മൾ ചോറിന് പകരം കപ്പ ഫുഡായിട്ട് കഴിക്കുക. ഇല്ലെങ്കിൽ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കുള്ള ഒരു ഫുഡായിട്ട് കപ്പ കഴിക്കാൻ നോക്കുക. പിന്നെ രാത്രി വേറെ ഫുഡിൻ്റെ ആവശ്യം വരത്തില്ല. ഈ ഒരു രീതിക്കാണ് കപ്പ കഴിക്കേണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കപ്പ ദഹിക്കുന്നത് ഒരു 70% നമ്മുടെ വയറിനകത്ത് ദഹിക്കും. കാരണം കപ്പയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ വയറിനകത്ത് ദഹിക്കും. എന്നാൽ ബാക്കി ഭാഗം, കാരണം ഇതിനകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്നൊരു വിഭാഗമുണ്ട്, ഈ ഒരു വിഭാഗം നമ്മുടെ ആമാശയത്തിനകത്തല്ല ദഹിക്കുന്നത്, കുടലിനകത്തേക്ക് പോയിട്ടാണ് ദഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിനകത്തേക്കുള്ള ബാക്ടീരിയകൾക്ക് ഒരു നല്ലൊരു പ്രോബയോട്ടിക് ഫുഡായിട്ട് നമുക്ക് കപ്പ വർക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, കപ്പയോടൊപ്പം നമ്മൾ പാല് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പം നമ്മൾ ചായ, കാപ്പി പോലുള്ള ഭക്ഷണങ്ങളോ പാൽപ്പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നാൽ ഈ പാല് നമ്മുടെ കുടലിനകത്ത് പോയിട്ട് അവിടെ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കാൻ കാരണമാകും. അപ്പോൾ കപ്പയും ചേർന്നിട്ടുള്ള കോമ്പിനേഷനും അതോടൊപ്പം പാലിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ചായ കുടിച്ചാലോ പാല് അതോടൊപ്പം കഴിച്ചിരുന്നാൽ സംഭവിക്കുന്നത് ഈ ഗ്യാസ് ശല്യമുള്ളവർക്ക് ഭയങ്കര ഗ്യാസും ബുദ്ധിമുട്ടും കാര്യങ്ങളും, അവർക്ക് വയറ് വീക്കവും ഏമ്പക്കവും ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്ന് വരാം. അതുകൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ കപ്പ ചേർന്നിട്ടുള്ള വിഭവങ്ങൾ കഴിക്കുന്ന സമയത്ത് പാല് ചേർത്ത സാധനങ്ങൾ അതോടൊപ്പം കഴിക്കാതിരിക്കുക. എന്നാൽ തൈര് നിങ്ങൾക്ക് കഴിക്കാം, കാരണം അതും ഒരു പ്രോബയോട്ടിക് തന്നെയാണ്, പ്രോബ്ലം ഇല്ല. കപ്പ നമ്മൾ നന്നായിട്ട് വേവിച്ച് അതിനകത്ത് മോരൊഴിച്ച് കഴിക്കുന്ന ഒരു കോമ്പിനേഷൻ ചില സ്ഥലങ്ങളിലുണ്ട്. അത് രുചികരവുമാണ്, ഹെൽത്തിയുമാണ്, പ്രോബ്ലവുമില്ല. ഇനി കപ്പ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം, ഗ്യാസ് ശല്യം പോലുള്ള ബുദ്ധിമുട്ടുള്ളവർ കപ്പ വേവിച്ച് ചൂടോടെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കാരണം കപ്പയ്ക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ ഫൈബേഴ്സ് നന്നായിട്ട് ഒന്ന് വെന്തിട്ട് ഒന്ന് സോഫ്റ്റായി ഇതിനകത്ത് നിന്നും കാർബോഹൈഡ്രേറ്റ്സ് വേർതിരിഞ്ഞ് നിൽക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടോടെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ തന്നെ ഈ വേർതിരിഞ്ഞ് നിൽക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ആമാശയത്തിൽ വെച്ച് പൂർണ്ണമായിട്ടും ദഹിപ്പിക്കുകയും പിന്നെ ബാക്കിയുള്ള ഫൈബർ ഭാഗം കുടലിലേക്ക് പോവുകയും വലിയ പ്രോബ്ലം ചെയ്യത്തുമില്ല. എന്നാൽ ഈ വേവിച്ച കപ്പ തണുത്തിട്ടാണ് നമ്മൾ കഴിക്കുമെങ്കിൽ സംഭവിക്കുന്നത്, ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവുന്ന കപ്പയിലെ ഫൈബേഴ്സ് തണുക്കുമ്പോൾ വീണ്ടും കട്ടിയാവും. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് വീണ്ടും ഫൈബറുമായിട്ട് തന്നെ ചേർന്നിരിക്കും. നമ്മുടെ ആമാശയത്തിൽ ഇവ പൂർണ്ണമായിട്ടും ദഹിക്കത്തില്ല, കുടലിലേക്കായിരിക്കും ഈ പകുതി ദഹിച്ച കാർബോഹൈഡ്രേറ്റ്സും ഫൈബേഴ്സും ചെല്ലുന്നത്. കുടലിനകത്തുള്ള ബാക്ടീരിയകൾ ഇവ ദഹിപ്പിച്ചിട്ട് ഗ്യാസ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കും. കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ ഗ്യാസ്, ഏമ്പക്കം പോലുള്ള പ്രശ്നങ്ങൾ പറയുന്നില്ലേ, അവരിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇത്തരക്കാര് കപ്പ കഴിക്കുന്നത് കപ്പ ചൂടോടെ കഴിക്കാൻ നോക്കുക. ഇത് ആമാശയത്തിൽ തന്നെ ദഹിക്കും, വലിയ ഗ്യാസ് ശല്യം ഉണ്ടാകത്തുമില്ല. ഇനി കപ്പ വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമുണ്ട്. കപ്പക്കിഴങ്ങിനകത്ത് 2 തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് അപകടകരമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രജൻ സയനൈഡ്. ഇവ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളമായിട്ട് ചേർന്നിട്ട് ഹൈഡ്രോസൈനിക് ആസിഡ് ആയിട്ട് മാറുന്നു. രണ്ടാമത്തെ വിഷം എന്ന് പറയുന്നത് ലിനമാരിൻ. ഈ 2 വിഷവും ഒരേ സമയം നമ്മുടെ നാഡികളെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ
നമ്മൾ ഈ വിഷപദാർത്ഥം പൂർണ്ണമായിട്ടും കപ്പയിൽ നിന്നും നീക്കം ചെയ്യപ്പെടാതെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ നമ്മുടെ നാഡി തളർച്ച, നമുക്ക് കൈകാല് കഴപ്പ്, വേദന, പെരുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ന്യൂറോപ്പതി പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ സൃഷ്ടിച്ചു എന്ന് വരാം. മാത്രമല്ല ഈ ലിനമാരിനും ഹൈഡ്രജൻ സയനൈഡും പതിവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് കേടുവരുത്തുന്നതിനും പ്രമേഹ രോഗവും ഉണ്ടാക്കും. അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനവും താളം തെറ്റും. അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ലിനമാരിനും ഹൈഡ്രജൻ സയനൈഡും പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കപ്പ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, കപ്പ നമ്മൾ വേവിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായിട്ട് തിളപ്പിക്കണം. വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ കപ്പ വെട്ടി കഴുകിയത് ഇടാനായിട്ട് നോക്കുക. പലരും ചെയ്യുന്നത് വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് തണുത്ത വെള്ളത്തിൽ തന്നെ കപ്പ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അരി ചെയ്യുന്ന പോലെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ മാത്രമേ കപ്പ ഇട്ട് അത് വേവിക്കാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏകദേശം 90% ലിനമാരിനും ഹൈഡ്രജൻ സയനൈഡും ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞങ്ങ് ചേർന്ന് പോകും. ഇവ നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കപ്പ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നിന്നും വിഷപദാർത്ഥം നീക്കം ചെയ്യും. എന്നിരുന്നാലും ഒരു 10% വിഷപദാർത്ഥം ഈ കപ്പയ്ക്കകത്ത് തന്നെ നിലനിൽക്കും. ഇവ നീക്കം ചെയ്യപ്പെടുന്നതിന് വേണ്ടി പ്രോട്ടീൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ ചേർത്തിട്ട് വേണം കപ്പ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പലപ്പോഴും കപ്പയും മീനും അല്ലെങ്കിൽ കപ്പയും ഇറച്ചി എന്നുള്ള കോമ്പിനേഷൻ കൂടുതലും കഴിക്കുന്നത്. നമ്മൾ ഈ കോമ്പിനേഷൻ കഴിക്കുന്ന സമയത്ത് ഈ പ്രോട്ടീനകത്തുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് ബാക്കിയുള്ള കപ്പയിലെ വിഷപദാർത്ഥങ്ങളെ ആഗിരണം ചെയ്ത് നശിപ്പിച്ച് കളയുകയും വിഷരഹിതമായ രുചികരമായ കപ്പ നമുക്ക് ഇറച്ചിയോടോ മീനിൻ്റെയോ ഒപ്പം കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് കപ്പ കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രോട്ടീൻ ഘടകം അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ മീനോ ഇറച്ചിയോ നിങ്ങൾക്ക് കപ്പയോടോ ഒപ്പം ഇല്ല, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു വെജിറ്റേറിയൻ പ്രോട്ടീൻസ് ഇതോടൊപ്പം കഴിക്കുക. നട്ട്സ് കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം, അതല്ലെങ്കിൽ പയറ്, കടല, പരിപ്പ് പോലുള്ളവ പുഴുങ്ങിയിട്ടോ വേവിച്ചിട്ടോ കപ്പയോടൊപ്പം ചേർത്തിട്ട് കഴിക്കുക. നമ്മുടെ നാട്ടിലെ പലരും കപ്പയും മുളക് കറിയും കപ്പയും ചമ്മന്തിക്കറിയും മാത്രം കഴിക്കുന്നവരുണ്ട്. അത് പോരാ, ഏതെങ്കിലും ഒരു പ്രോട്ടീൻ കോമ്പിനേഷൻ കൂടെ നിർബന്ധമായിട്ടും കപ്പയോടൊപ്പം കഴിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കപ്പ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാകത്തില്ല. ചെറുപ്പം മുതലേ കുട്ടികളെ പോലും ഈ ഒരു രീതിക്ക് ശീലിപ്പിക്കുന്നതാണ് നല്ലത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.